എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മുനീറ. ഞാൻ ഫാത്തിമി. ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായമായ സൂറത്തുൽ ഹജ്ജിലെ പേജ് നമ്പർ 335-ലെ 24 മുതൽ 30 വരെയുള്ള ആയത്തുകളാണ്. ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹുദൂ ഇലത് ത്വയ്യിബി മിനൽ ഖൗലി വഹുദൂ ഇലാ സിറാത്തിൽ ഹമീദ്. വാക്കിൽ സംസാരത്തിൽ വെച്ച് പരിശുദ്ധമായ നല്ലതിലേക്ക് അവർക്ക് മാർഗദർശനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സ്തുത്യർഹനായുള്ളവന്റെ അല്ലാഹുവിന്റെ പാതയിലേക്കും അവർക്ക് മാർഗദർശനം നൽകപ്പെട്ടിരിക്കുന്നു. ഇന്നല്ലദീന കഫറൂ വയസുദ്ദൂന അൻ സബീലില്ലാഹി വൽ മസ്ജിദിൽ ഹറാമില്ലദീ ജഅൽനാഹു ലിന്നാസി സവാഅനിൽ ആകിഫു ഫീഹി വൽ ബാദ് വമൻ യുരിദ് ഫീഹി ബിഇൽഹാദിൻ ബിളുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. നിശ്ചയമായും അവിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും നാം മനുഷ്യർക്കായി താമസം ഉറപ്പിച്ചവരും വെളിപ്രദേശത്തു നിന്ന് വരുന്നവരും സമമായി കൊണ്ട് ഏർപ്പെടുത്തിയിട്ടുള്ള മസ്ജിദുൽ ഹറമിൽ പവിത്രമായ പള്ളിയിൽ നിന്നും ജനങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ അവർ കരുതിക്കൊള്ളട്ടെ. വല്ലവനും അതിൽ അന്യായമായി വിരോധം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന പക്ഷം വേദനയുടെ ശിക്ഷ നാം അവനെ ആസ്വദിപ്പിക്കുന്നതാണ്. وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَطَهِّرْ بَيْتِيَ لِلطَّائِفِينَ وَالْقَائِمِينَ وَالرُّكَّعِ السُّجُودِ. ഇബ്രാഹിമിന് നാം പുണ്യാലയത്തിന്റെ കഅബയുടെ സ്ഥാനം ഉറപ്പിച്ചു കൊടുത്ത സന്ദർഭം ഓർക്കുക. യാതൊരു വസ്തുവേയും എന്നോട് പങ്കുചേർക്കരുത്. തവാഫ് പ്രദക്ഷിണം ചെയ്യുന്നവർക്കും നിന്നുകൊണ്ട് ആരാധന നടത്തുന്നവർക്കും സുജൂദിലായി സാഷ്ടാംഗം കുമ്പിട്ട് ആരാധന നടത്തുന്നവർക്കും വേണ്ടി എന്റെ ആലയത്തെ ശുദ്ധമാക്കുകയും ചെയ്യുക എന്ന് നാം പറഞ്ഞു. وَأَذِّنْ فِي النَّاسِ بِالْحَجِّ يَأْتُوكَ رِجَالًا وَعَلَى كُلِّ ضَامِرٍ يَأْتِينَ مِنْ كُلِّ فَجٍّ عَمِيقٍ. ഹജ്ജ് കർമ്മത്തിന് വരുവാൻ ജനങ്ങളിൽ നീ പ്രഖ്യാപനം ചെയ്യുക. കാൽനടക്കാരായും ദൂരസ്ഥലമായ സകല മാർഗങ്ങളിൽ കൂടിയും വന്നുകൊണ്ടിരിക്കുക. ക്ഷീണിച്ചു മലിന എല്ലാ വാഹനപ്പുറത്തായും അവർ നിന്റെ അടുക്കൽ ഈ ആലയത്തിങ്കൽ വന്നുകൊള്ളുന്നതാണ് എന്ന് നാം പറഞ്ഞു. لِيَشْهَدُوا مَنَافِعَ لَهُمْ وَيَذْكُرُوا اسْمَ اللَّهِ فِي أَيَّامٍ مَّعْلُومَاتٍ عَلَى مَا رَزَقَهُم مِّن بَهِيمَةِ الْأَنْعَامِ فَكُلُوا مِنْهَا وَأَطْعِمُوا الْبَائِسَ الْفَقِيرَ. അവർക്ക് പ്രയോജനകരമായ കാര്യങ്ങളിൽ അവർ സന്നിഹിതരാകുവാനും ചില നിശ്ചിത ദിവസങ്ങളിൽ തങ്ങൾക്ക് നൽകിയിരിക്കുന്ന കന്നുകാലി മൃഗങ്ങളുടെ മേൽ അവയെ അറുത്തു ബലി കഴിക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമം അവർ കീർത്തനം ചെയ്യുവാനും വേണ്ടിയാകുന്നു അത്. അങ്ങനെ അവയിൽ ആ കന്നുകാലികളിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുകയും ദരിദ്രനായ പരവശന് ഭക്ഷണം നൽകുകയും ചെയ്യുവേ. ثُمَّ لْيَقْضُوا تَفَثَهُمْ وَلْيُوفُوا نُذُورَهُمْ وَلْيَطَّوَّفُوا بِالْبَيْتِ الْعَتِيقِ. പിന്നീട് അവർ തങ്ങളുടെ അഴുക്ക് നീക്കൽ നിർവഹിച്ചുകൊള്ളുകയും തങ്ങളുടെ നേർച്ചകൾ നിറവേറ്റുകയും ആ പുരാതനാലയത്തെ തവാഫ് പ്രദക്ഷിണം ചെയ്യുകയും ചെയ്തു കൊള്ളട്ടെ. ذلك ومن يعظم حرمات الله فهو خير له عند ربه
وأحلت لكم الأنعام إلا ما يتلى عليكم فاجتنبوا الرجس من الأوثان واجتنبوا قول الزور. അതാണ് ഹജ്ജിന്റെ വിഷയം. ആരെങ്കിലും അള്ളാഹുവിന്റെ ആരോഗ്യമായ പരിഭാവന വസ്തുക്കളെ ബഹുമാനിക്കുന്നതായാൽ അതവന് തന്റെ റബ്ബിന്റെ അടുക്കൽ ഗുണകരമാകുന്നു. നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെടുന്നതൊഴിച്ച് എല്ലാ കന്നുകാലികളെയും ആടുമൊട്ടകവും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ വിഗ്രഹങ്ങളാകുന്ന അശുദ്ധിയെ നിങ്ങൾ വർജിക്കുവേൻ, കള്ളം പറയലും വർജിക്കുവേൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.